ഹേ ഗൈസ്, നിങ്ങൾ ഓണം ടൈമിൽ കണ്ണൂർ ടൗൺ കണ്ടിട്ടുണ്ടോ? കണ്ണൂർ എന്നല്ല, ഇപ്പോൾ ഏകദേശം എല്ലാ ജില്ലയിലും ഓണം ടൈമിൽ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ കണ്ണൂരിനെ പറ്റിയേ പറയാനറിയുള്ളൂ. കണ്ണൂരിലിപ്പോൾ സ്റ്റേഡിയം ഭാഗത്തായിട്ട് എന്തൊരു തിരക്കാണെന്നറിയോ? ഇത്രയും വർഷമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ തിരക്ക് കാണുന്നത്. അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ അറിയാം ഇതൊക്കെ എല്ലാ വർഷവും ഉള്ളതാണെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത്. പൂക്കളുടെയൊക്കെ വെറൈറ്റീസ് കണ്ടാൽ കണ്ണ് തള്ളിപ്പോവും. എന്തോരം വെറൈറ്റീസ് ഓഫ് പൂക്കളാണെന്നറിയോ? പല കടയിലും പല റേറ്റാണ്. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് എല്ലാ കടയിലും റേറ്റ് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പുറത്ത് പോലീസ് മൈതാനിയിൽ ഓണം ഫെയർ നടക്കുന്നുണ്ട്. അവിടെ കുറേ സ്റ്റോളുകളുണ്ടാവും. പക്ഷേ ഇപ്പുറം സ്റ്റേഡിയം ഭാഗത്ത് എനിക്ക് അതിൻ്റെ ഒരു മിനി വേർഷനായിട്ടാണ് തോന്നിയത്. കാരണം പല തരത്തിലുള്ള അവിടെ കാണുന്ന അതേ സ്റ്റോളുകൾ നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടി പറ്റും. എല്ലാം മൊത്തം നല്ല വിലക്കുറവാണ് കേട്ടോ. പക്ഷേ ഞാനൊന്നും വാങ്ങിയില്ല. ഞാൻ കുറച്ച് പൂ മാത്രം വാങ്ങിയിട്ട് പോയി. പക്ഷേ ഇതൊക്കെ കാണാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മേനെയും വിളിച്ച് ഫുൾ ചുറ്റി കണ്ടു. ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. കാരണം എവിടെയാണ് ഇറങ്ങേണ്ട വഴിയൊന്നും അങ്ങനെയില്ല. ഇത് മൊത്തം ചുറ്റി കണ്ടാലേ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഓണം ടൈമിൽ ഈ ഒരു ഭാഗത്തേക്ക് വരാത്തതായിട്ടുള്ള ഒരു കണ്ണൂരുകാരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ ആക്ച്വലി ഞാനൊരു 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസം കഴിയുന്നതിന് ഇവിടെ തിരക്കിങ്ങനെ കൂടിക്കൂടി വരും. ഈ ഒരു ടൈമിലുള്ള ഈ ഓണത്തിൻ്റെ തിരക്കുണ്ടല്ലോ, അത് ശരിക്കും കാണേണ്ട സംഭവം തന്നെയാണ്. മൊത്തം ചുറ്റി കണ്ടു കഴിയുമ്പോഴേക്കും ഞാനൊരു വരുവായി പോരാ. അതിന് നല്ല വെയിലും നമ്മൾ പോയ സമയവും നട്ടുച്ചയ്ക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കണ്ണൂർ ടൗണിൽ ഓണം സമയത്തുള്ള തിരക്ക്. അത് മാത്രമല്ല പല സ്ഥലങ്ങളിലായിട്ടും ഭയങ്കര തിരക്ക് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.